പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇക്കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ADGP അജിത് കുമാറിനെതിരെയും പി ശശിക്കെതിരെയും അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന PV അൻവർ ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടു. അതിനുശേഷം ഇപ്പോഴിതാ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും കണ്ടിരിക്കുന്നു. പാർട്ടി മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനും അദ്ദേഹം രേഖാമൂലം പരാതി നൽകി. അതിനുശേഷം ഇപ്പോൾ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും അദ്ദേഹം രേഖാമൂലം പരാതി നൽകിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും താൻ പരാജയപ്പെട്ടു എന്നുള്ള നിലയിൽ, അൻവർ പരാജയപ്പെട്ടു എന്നുള്ള നിലയിലാണ് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത്. ഇപ്പോൾ MV ഗോവിന്ദനെ കണ്ടതിനിറങ്ങിയതിന് ശേഷവും തൻ്റെ വാദഗതികൾ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് PV അൻവർ ശ്രമിച്ചെങ്കിലും വീണ്ടും PV അൻവർ പരാജയപ്പെട്ടു എന്നുള്ള നിലയിലാണ് മാധ്യമങ്ങൾ ഇപ്പോൾ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയാൻ പോകുന്നത് PV അൻവർ കളി തുടങ്ങി എന്നാണ്. PV അൻവർ കളി തുടങ്ങാനുള്ള കാരണം എന്താണ് എന്ന് ആദ്യമായി ഞാനൊന്ന് സൂചിപ്പിക്കാം. കാരണം PV അൻവറിന് രണ്ടു തരത്തിൽ നിൽക്കക്കള്ളിയില്ലാത്ത സാഹചര്യത്തിലേക്ക് അയാൾ പോയിട്ടുണ്ട്. ഒന്ന്, അയാൾക്കെതിരെ ഒരുപാട് കേസുകളുണ്ട്. ഇപ്പോൾ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന മനാഫ് കൊലക്കേസിൽ നാളെ ഒരുപക്ഷെ അയാൾ പ്രതിയാവാനുള്ള സാധ്യതയുണ്ട്. മിച്ചഭൂമി അയാൾക്കുണ്ട് എന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അയാൾക്ക് നിലമ്പൂരിലുള്ള അനധികൃതമായിട്ടുള്ള ഒരു വാട്ടർ തീം പാർക്കിൽ അയാൾ ഒരുപാട് പരിസ്ഥിതി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. തടയണ കെട്ടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ വന്നിട്ടുണ്ട്. അനധികൃതമായിട്ടുള്ള പാറമടയുമായി ബന്ധപ്പെട്ട് പല കേസുകൾ അൻവറുമായി ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. ആ കേസുകളിലൊക്കെ അൻവർ രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടുകളായിരിക്കും. അതുകൊണ്ട് തന്നെ അൻവറിന് ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഈ ഗവൺമെൻറ്റിനെതിരെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് ഒരു വശത്ത് അയാളുടെ പ്രശ്നം. മറുവശത്ത് അയാൾ നേരിടുന്ന പ്രശ്നം എന്താണ്? അയാൾ ADGP അജിത് കുമാറിനെതിരെയും പി ശശിക്കെതിരെയും അതിഗുരുതരമായിട്ടുള്ള ഒട്ടേറെ ആരോപണങ്ങൾ പൊതുമണ്ഡലത്തിന് മുമ്പിലേക്ക് ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. അതൊക്കെ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. അതെല്ലാം പൊതുമണ്ഡലത്തിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞു. അതൊന്നും ഓരോന്നോരോന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. അത് MR അജിത് കുമാറിനെതിരെയും പി ശശിക്കെതിരെയും അദ്ദേഹം അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ രണ്ട് മൂന്ന് തവണയായി നിരന്തരമായി ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ന് മാത്രമല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അൻവറിന് നിൽക്കക്കള്ളിയില്ലാതായിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിൽക്കക്കള്ളിയില്ലാതെയായ അൻവർ സ്വരക്ഷയ്ക്ക് വേണ്ടി തിരിച്ചടി ആരംഭിച്ചിരിക്കുന്നു എന്നാണ് അയാളുടെ ഏറ്റവും പുതിയ, അതായത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ കണ്ടതിന് ശേഷം അദ്ദേഹം പുറത്തിറങ്ങി നടത്തിയ പത്രസമ്മേളനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം പറഞ്ഞ പത്രസമ്മേളനങ്ങളിലെ മുഴുവൻ കാര്യങ്ങളും ഞാൻ പറയാം. പക്ഷേ രണ്ട് കാര്യങ്ങൾ പത്രസമ്മേളനത്തിൽ അയാൾ എടുത്തു പറഞ്ഞു. അതിൽ ഒന്നാമത്തെ കാര്യം എന്താ? ഒന്നാമത്തെ കാര്യം, ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്കെതിരെ അന്വേഷണം വന്നാൽ ആ ഹെഡ് മാസ്റ്റർക്കെതിരെ അന്വേഷിക്കുന്നത് ആ ഹെഡ് മാസ്റ്ററുടെ കീഴിലുള്ള അധ്യാപകരായാൽ അതിനെന്ത് വിശ്വാസ്യത ഉണ്ടാവും എന്ന് അദ്ദേഹം എടുത്തെടുത്ത് ചോദിച്ചു. അത് നിർണായകമായിട്ടുള്ള ഒരു ചോദ്യമാണ്. സ്കൂളിൽ ഹെഡ് മാസ്റ്റർ ആണെങ്കിൽ സംസ്ഥാന സർക്കാരിൽ മുഖ്യമന്ത്രിയാണ്. സ്കൂളിൽ ഹെഡ് മാസ്റ്ററെക്കുറിച്ചൊരു ആരോപണം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ സർക്കാരിൽ പിണറായി വിജയനെതിരെയും ആരോപണം ഉയർന്നിരിക്കുന്നു എന്ന് വേണ്ടേ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ? സ്കൂളിൽ ഹെഡ് മാസ്റ്റർക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അധ്യാപകർ അന്വേഷിക്കുന്നത് പോലെയല്ലേ അതിന് വിശ്വാസ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ, സർക്കാരിലെ മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ കീഴുദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചാൽ അതിൽ വിശ്വാസ്യത ഉണ്ടാകുമോ എന്നാണ് അയാൾ ചോദിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം. DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ MR അജിത് കുമാറിനോട് റിപ്പോർട്ട് ചെയ്യേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരാണെന്നും അതുകൊണ്ട് തന്നെ MR അജിത് കുമാറിനെതിരെ നടത്തുന്ന അന്വേഷണത്തിന് ആധികാരികതയും വിശ്വാസ്യതയും ഇല്ലാതായിരിക്കുമെന്നുള്ള വാർത്തകൾ പ്രചരിക്കുന്നതിനിടയിലാണ് ആ വിഷയത്തിനെ ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്ററുടെ അനുഭവവുമായി താരതമ്യം ചെയ്തുകൊണ്ട് ഈ പറയുന്നത് പോലെ അൻവർ തൻ്റെ ആദ്യത്തെ വെടി പൊട്ടിച്ചിരിക്കുന്നത്. അത് നിൽക്കക്കള്ളി ഇല്ലാത്തത് കൊണ്ടാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താ? പോലീസിനെ അദ്ദേഹം വല്ലാതെ പുകഴ്ത്തി. ലോകത്തെ ഏറ്റവും നല്ല എണ്ണപ്പെട്ട പോലീസുകളിൽ ഒന്നാണ് കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞു. പക്ഷേ ആ പോലീസിലെ വിശ്വാസ്യതയില്ലാത്ത ആളുകൾ അന്വേഷിച്ചാൽ ഞാൻ കൊടുത്ത പരാതിയെക്കുറിച്ച്
കേരള പോലീസിലെ വിശ്വാസ്യതയില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചാൽ ഞാൻ കള്ളനാവില്ലേ എന്നുള്ള ചോദ്യവും പി വി അൻവർ ഉന്നയിച്ചു. അതുകൂടാതെ അദ്ദേഹം ഒരുപാട് സർക്കാരിനെയും പാർട്ടിയൊക്കെ പൂഴ്ത്തി പറഞ്ഞു. അദ്ദേഹം പാർട്ടി സഖാവാണെന്ന് പറഞ്ഞു. എന്താണ് അദ്ദേഹം പാർട്ടി സഖാവായതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതുപോലുള്ള ആളുകൾക്കൊക്കെയാണ് പാർട്ടി സഖാവിൻ്റെ സ്ഥാനം കൊടുക്കുന്നത്, അതൊന്നും എനിക്കറിയില്ല. ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണിക്കുന്നത് അൻവർ തിരിച്ചടി ആരംഭിച്ചിരിക്കുന്നു എന്നാണ്. തിരിച്ചടി ആരംഭിച്ചിരിക്കുന്നത് അൻവറിന് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്, നിൽക്കക്കള്ളിയില്ലാത്തത് കൊണ്ടാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അൻവർ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഞാൻ കൊല്ലപ്പെടുമോ എന്ന് എനിക്കറിയില്ല, ഞാൻ തോക്കിന് ലൈസൻസിന് വേണ്ടി അപേക്ഷിക്കാൻ പോവുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഒരു വശത്ത് സർക്കാരിന് അയാളെ പിടിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, മറുഭാഗത്ത് അദ്ദേഹം MR അജിത് കുമാറിനെതിരെയൊക്കെ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം തന്നെ തോക്കിന് ലൈസൻസിന് ആവശ്യപ്പെടും എന്നുള്ള നിലയിൽ അദ്ദേഹം നിൽക്കുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ വേണ്ട രീതിയിലുള്ള പ്രതികരണം ഒരുപക്ഷെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയിൽ നിന്ന് ലഭിക്കാത്തത് മൂലമാവണം അദ്ദേഹം രണ്ടാമത് നടത്തിയ പത്രസമ്മേളനത്തിൽ തിരിച്ചടിക്കുള്ള സൂചന അദ്ദേഹം നൽകിയത്. ഈ തിരിച്ചടിക്കുള്ള സൂചന നൽകുന്നത് അദ്ദേഹം പാലുപോലെ പരിശുദ്ധനും ഒരു മാലാഖയും ആയതുകൊണ്ടൊന്നുമല്ല, മറുവശത്ത് അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്, നിൽക്കക്കള്ളിയില്ലാത്തത് കൊണ്ടാണ്, നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്.